വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരോടുമായിട്ടുള്ള എൻ്റെ ഒരു റിക്വസ്റ്റ് ആണിത്. 400ഓളം വീഡിയോസ് പബ്ലിക് പി ആർ എന്ന യൂട്യൂബ് ചാനൽ ബിഗ് ബോസ് മലയാളം സീസൺ 6നെ ബന്ധപ്പെട്ട് ചെയ്തിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മളുടെ വീഡിയോസ് കണ്ടത്. പക്ഷേ 90%-ലധികം വ്യൂവേഴ്സും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നത്. 1,00,000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആകണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ സീസൺ 6ന്റെ റിവ്യൂ തുടങ്ങിയത്. ഇതിപ്പോൾ സീസൺ അവസാനിക്കാറായി, എന്നിട്ട് നമ്മൾ അതിൻ്റെ അടുത്ത് പോലും എത്തിച്ചേരാനായിട്ട് പറ്റിയിട്ടില്ല. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് വീഡിയോന്റെ തുടക്കത്തിൽ പറയുന്നത് ഒടുക്കം പറഞ്ഞാൽ നിങ്ങൾ ആരും കേട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഫിനാലെ വോട്ടിംഗ് റിസൾട്ടുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കണ്ടസ്റ്റൻസിന് ഇനി ഫിനാലെ വേദിയിലേക്ക് പോകാൻ ഇനി വെറും ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു സമയത്ത് നമുക്ക് ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എല്ലാ കണ്ടസ്റ്റൻസിനും വോട്ടും കാര്യങ്ങളൊക്കെ അടിച്ചു കയറുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങൾ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ടൈറ്റിൽ വിന്നർ ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാറിൽ പോയി അവരുടെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഋഷി എസ് കുമാർ ആണ്. ഋഷി വോട്ടിംഗ് തുടങ്ങിയ സമയം മുതൽ ഏറ്റവും അവസാനം നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ടൈറ്റിൽ വിന്നർ ആകാൻ വളരെ സാധ്യത കുറവുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ഋഷി. അതുകൊണ്ട് തന്നെ ഋഷിയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാറിൽ ചെന്നിട്ട് ഋഷിക്ക് വോട്ട് രേഖപ്പെടുത്തുക. 4ാം സ്ഥാനത്ത് നിൽക്കുന്നത് മറ്റാരുമല്ല, അഭിഷേക് ശ്രീകുമാർ ആണ്. അഭിഷേകിന് കുഴപ്പമില്ലാത്ത വോട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ മറ്റൊരു കണ്ടസ്റ്റന്റിനെ പിന്തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തക്ക രീതിയിലുള്ള ഒരു വോട്ട് അഭിഷേകിന് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അഭിഷേകിനും വലിയ സാധ്യതയൊന്നുമില്ല ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ടൈറ്റിൽ വിന്നർ ആകാൻ. അഭിഷേകിനെ സപ്പോർട്ട് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാറിൽ ചെന്നിട്ട് അഭിഷേകിന് വോട്ട് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് അർജുനാണ്. അർജുന് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഒരു വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അർജുൻ എപ്പോൾ വേണമെങ്കിലും തന്റെ 2ാം സ്ഥാനത്തേക്ക് പോകാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അർജുനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും തീർച്ചയായിട്ടും അർജുന് ഹോട്ട്സ്റ്റാറിൽ ചെന്നിട്ട് വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്, 2ാം സ്ഥാനം വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി പിടിച്ചു വെച്ചിരിക്കുകയാണ് ജാസ്മിൻ ജാഫർ. ജാസ്മിന് നല്ല രീതിയിൽ വോട്ടും കാര്യങ്ങളൊക്കെ അടിച്ചു കയറുന്നുണ്ട്. ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും തീർച്ചയായിട്ടും ജാസ്മിന് ഹോട്ട്സ്റ്റാറിൽ ചെന്നിട്ട് വോട്ട് രേഖപ്പെടുത്തുക. 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് മറ്റാരുമല്ല, വോട്ടിംഗ് ലൈൻസ് ഓപ്പൺ ആയ സമയം മുതൽ 1ാം സ്ഥാനം മറ്റൊരു കണ്ടസ്റ്റന്റിനും വിട്ടുകൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ ജിൻഡോ മച്ചാൻ. ഇങ്ങനെ പോവുകയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ടൈറ്റിൽ വിന്നർ ആകാൻ ഇനി മറ്റൊരു കണ്ടസ്റ്റന്റിനെ നോക്കേണ്ട ആവശ്യം പോലുമില്ല. എന്തൊക്കെയാണെങ്കിലും 90%-ലധികം സാധ്യത ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ടൈറ്റിൽ വിന്നർ ആകാൻ ജിൻഡോന് തന്നെയാണ്. ജിൻഡോന് വോട്ട് ചെയ്യുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാറിൽ ചെന്നിട്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ വോട്ടിംഗ് ലൈൻസ് മുന്നോട്ട് പോകുന്ന സമയത്ത് 5ാം സ്ഥാനത്ത് ഋഷി, 4ാം സ്ഥാനത്ത് അഭിഷേകാണ്, 3ാം സ്ഥാനം അർജുന്, 2ാമതായിട്ട് ജാസ്മിൻ, 1ാം സ്ഥാനത്ത് ജിൻഡോയും നിൽപ്പുണ്ട്. ജൂൺ 16ാം തീയതി, അതായത് നാളെ ഞായറാഴ്ച രാത്രി 7 മണിക്ക് നടക്കാനിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഗ്രാൻഡ് ഫിനാലെ. വോട്ട് ചെയ്യാനായിട്ടുള്ള അവസരം ഇന്നും നാളെയുമായിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ മാക്സിമം വോട്ടുകൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു കണ്ടസ്റ്റന്റിന് കൊടുക്കുക. അല്ല എങ്കിൽ അർഹതപ്പെടാത്തൊരു കണ്ടസ്റ്റന്റിന്റെ കയ്യിലേക്ക് ഈ ഒരു കപ്പ് പോകുന്നതായിരിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ ഈ 100 നാളുകൾ കൊണ്ട് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു തീർത്ത 5 കണ്ടസ്റ്റന്റ് ആണ് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഗ്രാൻഡ് ഫിനാലെ വേദി കാത്തു നിൽക്കുന്നത്. അവസാന വിധി നിശ്ചയിക്കേണ്ടത് ജനങ്ങളായ നമ്മളാണ്. എല്ലാവരും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കണ്ടസ്റ്റൻസിന് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നാളെ വൈകുന്നേരം 7 മണിക്ക് ലൈവിൽ കാണാം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്